ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYK സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 14/2023 10th ലെവൽ പ്രിലിംസ്, അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലേക്ക് നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നിർത്തിയത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കഴ്സൺ പ്രഭു. 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകൃതമായത്. എന്നാണ് 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകൃതമായത്. കൊല്ലം, കോട്ടയം എന്നീ ജില്ലകൾ വിഭജിച്ചിട്ടാണ് ആലപ്പുഴ രൂപീകരിക്കുന്നത്. ഏതൊക്കെ ജില്ലകളാണ്? കൊല്ലം, കോട്ടയം ഈ ജില്ലകൾ വിഭജിച്ചിട്ടാണ് ആലപ്പുഴ ജില്ല രൂപീകരിച്ചത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ. ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? ആലപ്പുഴ. അങ്ങനെയെങ്കിൽ ജനസാന്ദ്രത കൂടിയ ഒന്നാമത്തെ ജില്ല ഏതാ? അത് തിരുവനന്തപുരം. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാ? ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. റിസർവ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. റിസർവ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലാണ്. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴ. എന്നാൽ കേരള ജല അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ജല അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ. കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ്. എന്നാൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം. 1857 കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? അതും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. 1857 കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതും ആലപ്പുഴ ജില്ലയിലാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഇടുക്കി. ഇടുക്കി ജില്ല രൂപീകൃതമായത് എന്നാണ്? 1972 ജനുവരി 26. 1972 ജനുവരി 26 രൂപീകൃതമായതാണ് ഇടുക്കി ജില്ല. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ലയാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇപ്പോൾ ഏത്? ഇടുക്കി എന്ന് പറയുന്നത്. നിലവില് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ജില്ലയുടെ പേരിൽ ആസ്ഥാനമില്ലാത്ത ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പൈനാവാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ വാണിജ്യ ആസ്ഥാനം ചോദിച്ചാൽ കട്ടപ്പന. വാണിജ്യ ആസ്ഥാനം എവിടെയാണ്? കട്ടപ്പന. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഏത്? ഇടുക്കി. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല പഠിച്ചു, തിരുവനന്തപുരം. ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ജില്ല ആലപ്പുഴ. എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാണ് ഏത്? ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാണ് ഇടുക്കി. 2020 ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി ജില്ലയിലെ സ്ഥലം ഏതാ? 2020 ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി ജില്ലയിലെ സ്ഥലം പെട്ടിമുടി. 2021 ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് കൊക്കയാർ. 2021 ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി ജില്ലയിലെ സ്ഥലം ഏതാണ്? കൊക്കയാർ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കുട്ടനാട്ടിൽ വേമ്പനാട്ടു കായൽ അറിയപ്പെടുന്ന പേരെന്താ? പുന്നമടക്കായൽ. കുട്ടനാട്ടിലെ വേമ്പനാട്ടു കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ്. എറണാകുളത്ത് വേമ്പനാട്ടു കായൽ അറിയപ്പെടുന്നത് കൊച്ചി കായൽ. എറണാകുളത്ത് എന്താണ്? കൊച്ചി കായൽ. വേമ്പനാട്ടു കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? 2002. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്
2002 തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട് എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. എന്തൊക്കെയാണ്? തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട് എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തണ്ണീർമുക്കം ബണ്ട്. 1975 തണ്ണീർമുക്കം ബണ്ട് കമ്മീഷൻ ചെയ്തത്. ഇനി കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച തടയണയാണ് ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അത് 1955 വേമ്പനാട്ട് കായലിന്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ കായലാണ് കൈതപ്പുഴ. വേമ്പനാട്ട് കായലിന്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ കായൽ ഏതാണ്? കൈതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. 2695 2695 മീറ്റർ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. താലൂക്ക് ചോദിച്ചാൽ ദേവികുളം, പഞ്ചായത്ത് മൂന്നാർ, വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, താലൂക്ക് ദേവികുളം, പഞ്ചായത്ത് മൂന്നാർ, വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇതെല്ലാം ഏതാണ്? ആനമുടി തന്നെയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഉത്തരം ആനമുടി തന്നെയാണ്. 2695 മീറ്റർ ആണ് ഉയരം. 37ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? എത്രയാണ്? 14. കേരളത്തില് 14 പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളോ? കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയോജക മണ്ഡലങ്ങൾ 2. അത് ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയാ? 20. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2. രാജ്യസഭാ മണ്ഡലങ്ങൾ 9. രാജ്യസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 9. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് 2005. ഓപ്ഷൻ ഡി 2005. തിരുവിതാംകൂറിലെ വനനിയമം നടപ്പിലാക്കിയത് എന്നാണ്? തിരുവിതാംകൂർ വനനിയമം 1887 1887 1887. കേരള വനനിയമം നിലവിൽ വന്നത് 1961. കേരള വനനിയമം എന്നാണ് 1961. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1975. കേരള വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയതെന്നാ? കേരള വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത് 1972. എന്നാൽ കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരള വന്യജീവി സംരക്ഷണ നിയമം 1972 കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ.
ഓപ്ഷൻ ബി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? നേര്യമംഗലം. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഏറ്റവും കുറവ് മഴ എവിടെയാണ്? തിരുവനന്തപുരത്ത്. 40ാമത്തെ ക്വസ്റ്റ്യൻ, കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം 1994. ഡേറ്റ് ഏതാ? 1994 ഏപ്രിൽ 23. പഞ്ചായത്തി രാജ് നടപ്പാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? കെ കരുണാകരൻ. പഞ്ചായത്തി രാജ് നടപ്പിലാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നപ്പോഴാ? നഗരപാലികാ നിയമം. അത് 1994 തന്നെ മെയ് 30. 1994 മെയ് 30 കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. ഐക്യ കേരളം ആവശ്യപ്പെട്ടുകൊണ്ട് EMS രചിച്ച കൃതിയാണേത്? 1.25 കോടി മലയാളികൾ. ഐക്യ കേരളം ആവശ്യപ്പെട്ടുകൊണ്ട് EMS രചിച്ച നോവലാണ് അഥവാ കൃതിയാണ് 1.25 കോടി മലയാളികൾ. EMSന്റെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ എന്ന് തന്നെയാണ്. EMSന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS എന്ന് പറയുന്നത്. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് EMS നമ്പൂതിരിപ്പാട്. ഏഷ്യയിൽ തന്നെ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് EMS നമ്പൂതിരിപ്പാട്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് ഇദ്ദേഹം. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളിയാണ് EMS. 1967 രൂപം കൊണ്ട കേരള ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷനും EMS നമ്പൂതിരിപ്പാടാണ്. 1967 രൂപം കൊണ്ട കേരള ആസൂത്രണ ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. ഇദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് പ്രഭാതം. സ്ഥാപിച്ച പത്രം ഏതാണ്? പ്രഭാതം. അതുപോലെ ആർട്ടിക്കിൾ 356 പ്രകാരം അധികാരം നഷ്ടപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. ആർട്ടിക്കിൾ 356 പ്രകാരം അധികാരം നഷ്ടപ്പെട്ട ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് EMS. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS. EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ശാലയില്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ശാലയിലാണ് EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം. 1921 ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. അതിന്റെ അധ്യക്ഷനാരായിരുന്നു? ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം. ആരായിരുന്നു? ടി പ്രകാശം. 1923 രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചിട്ടാണ്. 23 പാലക്കാട് വെച്ചിട്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആയിരുന്നു. 23 പാലക്കാട്, അധ്യക്ഷൻ സരോജിനി നായിഡു. 1927 രാഷ്ട്രീയ സമ്മേളനം നടന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. BG ഹൊർണിമാൻ ആയിരുന്നു അധ്യക്ഷൻ. 1927 കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. അധ്യക്ഷൻ BG ഹൊർണിമാൻ. 1928 സമ്മേളനം നടന്നത് പയ്യന്നൂരിൽ വെച്ചിട്ടാണ്.
പയ്യന്നൂരിലെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെഹ്റു. 1928 പയ്യന്നൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1931 വടകരയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അധ്യക്ഷൻ സെൻഗുപ്ത. 1931 വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സെൻഗുപ്ത. 1932 കോഴിക്കോട് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സാമുവൽ ആറോൺ. 1932 കോഴിക്കോട് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സാമുവൽ ആറോൺ. 43-ാമത്തെ ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. 1809 വൈകുണ്ഠസ്വാമികളുടെ ജനനം. 1809. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ. ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമി. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹം. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. 1836 സമത്വ സമാജം സ്ഥാപിച്ചു. അതുപോലെ ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നേതാവാണ് വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നേതാവാണ് ആര്? വൈകുണ്ഠസ്വാമി. 1833 ശുചീന്ദ്രൻ രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികള്. 1833 ശുചീന്ദ്രൻ രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചു. ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? മരുത്വാമലയില്. ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് മരുത്വാമലയിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികള്. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവാണ് പ്രേംജി അഥവാ MP ഭട്ടതിരിപ്പാട്. പ്രേംജി എന്നറിയപ്പെടുന്ന ആരാണ്? MP ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള നാടകത്രയങ്ങളാണ് ഏതൊക്കെ? VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക്, MR ഭട്ടതിരിപ്പാടിന്റെ മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MP ഭട്ടതിരിപ്പാട് അഥവാ പ്രേംജിയുടെ ഋതുമതി. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഉണ്ടായ നാടകത്രയങ്ങളാണ് ഏതൊക്കെ? VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MR ഭട്ടതിരിപ്പാടിന്റെ മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MP ഭട്ടതിരിപ്പാടിന്റെ ഋതുമതി അഥവാ പ്രേംജിയുടെ ഋതുമതി. 45-ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചത്? 1891 ജനുവരി 1-ന്. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാ? CV രാമൻപിള്ള. എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ T രാമറാവു ആയിരുന്നു. ദിവാൻ ആരായിരുന്നു? T രാമറാവു. ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാനായിട്ട് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനായിരുന്നു ആര്? എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാനായിട്ട് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാണ് എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ ഒന്നാമതായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. KP ശങ്കരമേനോൻ. രണ്ടാമതായിട്ട് ഒപ്പുവെച്ച വ്യക്തി GP പിള്ള. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. അപ്പൊ ഒന്നാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോൻ. രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ള.
മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപു. മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാണ്? 10,028. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028. 2016 മലയാളി മെമ്മോറിയലിന്റെ 125-ാം വാർഷികം ആഘോഷിച്ചിരുന്നു. 2016 മലയാളി മെമ്മോറിയലിന്റെ 125-ാം വാർഷികം ആഘോഷിക്കപ്പെട്ടു. 46-ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. ആരാണ്? കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ആര് ജനിക്കുന്നത്? പൊയ്കയിൽ യോഹന്നാൻ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുമാരൻ. ബാല്യകാല നാമം എന്തായിരുന്നു? കുമാരൻ. 1909 ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഏത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. പൊയ്കയിൽ യോഹന്നാൻ 1909 സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. ഇതിന്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. PRDSന്റെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. PRDSന്റെ മുഖപത്രം ഏതാണ്? ആദിയാർ ദീപം. ഇതിന്റെ പ്രധാന വനിതാ പ്രവർത്തകയായിരുന്നു ജാനമ്മ. അത് കുമാരഗുരുദേവന്റെ ഭാര്യ. 1921 1931 ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 1921 1931. അതുപോലെ അടിലഹള നടത്തിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ. 1937 നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. എന്നാണ്? 1937. കുമാരഗുരുദേവന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ്? രത്നമണികൾ. 47-ാമത്തെ ക്വസ്റ്റ്യൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചിട്ടാണ്? പയ്യന്നൂർ. എവിടെ വെച്ചാണ്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണേത്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 13. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23. ഉപ്പു സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 13. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് പയ്യന്നൂരിലെ ഉളിയത്തുകടവ്. ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്തുകടവില്. പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാ? പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് TR കൃഷ്ണസ്വാമി അയ്യർ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. 48-ാമത്തെ ക്വസ്റ്റ്യൻ. 1904 അധസ്ഥിതർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. എന്നാണ് അയ്യങ്കാളി ജനിച്ചത്? 1863 ഓഗസ്റ്റ് 28. 1863
ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളിയുടെ ജനനം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. ബാല്യകാല നാമം കാളി. ബാല്യകാല നാമം എന്താണ്? കാളി. 1893 വില്ലുവണ്ടി സമരം നടത്തി. അതുപോലെ 1904 വെങ്ങാനൂരില് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. എന്തൊക്കെയാണ്? 1893 വില്ലുവണ്ടി സമരം, 1904 വെങ്ങാനൂരിലെ കുടിപ്പള്ളിക്കൂടം, 1907 സാധുജന പരിപാലന സംഘം. ഈ സാധുജന പരിപാലന സംഘം 1938 മുതൽ പുലയ മഹാസഭയായിട്ട് മാറി. സാധുജന പരിപാലന സംഘം 1938 എന്തായിട്ട് മാറി? പുലയ മഹാസഭയായിട്ട് മാറി. 1937 അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എന്നാണ്? 1937. ഇനി 2 പുസ്തകങ്ങൾ പറയാം. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകവും അതുപോലെ കേരള ചരിത്രത്തിന്റെ ഗതിമാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം രചിച്ചത് THP ചെന്താരശ്ശേരിയാണ്. ഏതൊക്കെയാണ്? അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ, അതുപോലെ കേരള ചരിത്രത്തിന്റെ ഗതിമാറ്റിയ അയ്യങ്കാളി എന്നീ 2 പുസ്തകങ്ങൾ രചിച്ചത് THP ചെന്താരശ്ശേരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കയ്യൂർ സമരം നടന്ന വർഷം. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. സമരം നടന്ന ജില്ല കാസർഗോഡ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കയ്യൂർ സമരത്തിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ മർദ്ദന നയമാണ് സമരകാരണം. സമരകാരണം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിന്റെ മർദ്ദന നയം. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. ഏതാണ്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ്? മഠത്തിൽ അപ്പു, പൊടേര കുഞ്ഞമ്പു നായർ, കൊയ്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ആരൊക്കെയാണ് തൂക്കിലേറ്റപ്പെട്ടവർ? മഠത്തിൽ അപ്പു, പൊടേര കുഞ്ഞമ്പു നായർ, കൊയ്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ആരായിരുന്നു? പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. ആരാണ്? ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. കയ്യൂർ സമരം നടന്ന നദീതീരം ചോദിച്ചാല് കരിയങ്കോട് നദിയാണ്. കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ്? കരിയങ്കോട് നദി. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നത് കരിയങ്കോട് നദിയാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും ബൈ.